ഇനിയുള്ള കാര്യം നിങ്ങളോട് പറയാനുള്ളതാണ്. ക്ഷമയോടെ നിങ്ങൾ കേൾക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ക്യാമ്പിലുള്ളവർക്ക് വസ്ത്രം വാങ്ങിച്ചതിന് 11 കോടി, ജനറേറ്റർ പ്രവർത്തിപ്പിക്കാൻ 7 കോടി, പാലത്തിനടിയിലെ കല്ല് നിരത്തിയതിന് 1 കോടി. എന്റെ മുമ്പ് പോയി തൂങ്ങിച്ചത് ഇതിനേക്കാൾ വലിയൊരു സഹായം അച്ഛന് ചെയ്യാൻ പറ്റില്ല. മൃതദേഹം സംസ്കരിക്കാൻ 2,76,00,000 എന്നിങ്ങനെ നീളുന്നു സർക്കാർ കണക്ക്. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്നതാണ് നാക്കെടുത്താന്ന് പറയും. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. വളണ്ടിയർമാരുടെ ഗതാഗതം 4 കോടി, ഭക്ഷണ ചെലവ് 10 കോടി. കഴിഞ്ഞോ? ഇല്ല സാർ, ഇതിനൊരു അന്ത്യമില്ലേ? ബേലിപ്പാലം 1 കോടി. ഇങ്ങനെ അത് പോവുക. പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന തരത്തിലുള്ള കണക്കുകൾ. വയനാടിന്റെ പേരിൽ കൊള്ള എന്ന് മറ്റൊരു കൂട്ടര്. ആ മര്യാദ ജനങ്ങൾ പരിശോധിച്ചോട്ടെ. ഈ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിനാണ് നിങ്ങളുടെ രാഷ്ട്രീയ ഉദ്ദേശം എന്ന് പറയാം. തീരാ ദുരന്തം. ഇപ്പോ 10 വർഷത്തിനിടയിൽ ജനിച്ച ഒരു കുട്ടി, ഒറ്റ മിനിറ്റ് 10 വർഷത്തിനിടയിൽ ജനിച്ച ഒരു കുട്ടി, ആ കുട്ടിയോട് പവർ കട്ട് എന്ത്, ലോഡ് ഷെഡിംഗ് എന്ത് എന്ന് ചോദിച്ചാൽ ആ കുട്ടിക്ക് അനുഭവ പരിചയമില്ല എന്ന് പറഞ്ഞാൽ അതിൽ എന്താണ് തെറ്റ്? ഇപ്പൊ അത് ശരിയാണ്. എങ്ങനെയാണ് ശരിയാവുന്ന അറിയോ? 10 വർഷം മുമ്പ് ജനിച്ചൊരു കുട്ടി എന്ന് പറഞ്ഞാൽ 2016 ജനിച്ച കുട്ടിയായിരിക്കണം. ഈ 2016 ജനിച്ച കുട്ടിക്ക് 2017 ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നു അറിയാനുള്ള പ്രായമാവില്ല, 1 വയസ്സേ ആവുള്ളൂ. 2018 ഇവിടെ വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിരുന്നു പറയാനുള്ള പ്രായമാവില്ല, 2 വയസ്സേ ആവുള്ളൂ. 2022 പോലും ആ കുട്ടിക്ക് 6 വയസ്സേ ആവുള്ളൂ. കറണ്ട് ഇല്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ കുട്ടി കരയുമായിരിക്കും. അയ്യോ, ഇത് സർക്കാരിന്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് ആണെന്ന് മനസ്സിലാക്കാനുള്ള വിവേകം ഉണ്ടാവില്ല. അതിനർത്ഥം ഇവിടെ ലോഡ് ഷെഡിംഗ് ഇല്ലെന്നല്ല. 2022 ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുണ്ട്, വൈദ്യുതി നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. അന്ന് നമ്മുടെ വൈദ്യുതി മന്ത്രി പറഞ്ഞിട്ട് അടുത്ത വർഷം കേരളത്തിൽ ലോഡ് ഷെഡിംഗ് ഉണ്ടാവില്ല എന്ന്. അതുകൊണ്ട് ഈ 10 വർഷം പവർ കട്ടില്ലാത്ത, വൈദ്യുതി നിയന്ത്രണമില്ലാത്ത 10 വർഷം എന്നുള്ളത് പച്ച നുണയാണ്. അതും നിങ്ങൾ ഈ സർക്കാരിന്റെ വകുപ്പിനെ കൊണ്ട് എന്റെയും താങ്കളുടെയും പണം ഉപയോഗിച്ച് എല്ലാ പത്രത്തിനും പരസ്യം കൊടുത്തിരിക്കുകയാണ്. നുണ, പച്ച നുണ. 10 വർഷം മുൻപ് വന്ന വാർത്തകളുടെ കട്ടിങ്ങുകൾ വെച്ചുകൊണ്ടും ആ സമയത്തുള്ള വാർത്തകൾ വെച്ചുകൊണ്ടുമാണ് ഇന്ന് ഫ്രണ്ട് പേജ് എന്ന രീതിയിൽ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ, ഇംഗ്ലീഷ് പത്രങ്ങളും മലയാളം പത്രങ്ങളും ഈ രീതിയിൽ ഒരു പരസ്യം കൊടുത്തത്. ആ പരസ്യത്തെയാണ് ഇപ്പോൾ MV നികേഷ് കുമാർ എന്ന മുൻ മാധ്യമ പ്രവർത്തകൻ, ഇപ്പോൾ CPM-ന്റെ നേതാവായ അവരുടെ PR കൈകാര്യം ചെയ്യുന്ന നേതാവ് ഉറച്ച ബോധത്തോടെ സർക്കാർ പറയുകയാണ്, LDF വന്നു, എല്ലാം ശരിയാക്കി. അതേ ഉറപ്പാണ് LDF. ചർച്ചയുടെ വിശാലവേദി ഒരുക്കി സർക്കാർ പ്രതിപക്ഷത്തെ വെല്ലുവിളിക്കുകയാണോ എന്ന ചോദ്യത്തോട് ഒരു കുറിപ്പിട്ടത്. ഇതേ നികേഷ് കുമാർ തന്നെ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടു. അതാണ് ഇതിലെ ഇരട്ടത്താപ്പ്. അത് മറ്റൊന്നും ആയിരുന്നില്ല. അത് കേരളത്തിലെ പത്രവായനക്കാർ ഞെട്ടണ്ട എന്ന തലക്കെട്ടോടുകൂടി അദ്ദേഹം പറയുകയാണ്, ഇലക്ഷൻ വരുമ്പോൾ ഇങ്ങനെ കുറെ ജാക്കറ്റ് പരസ്യം വരും, കാർഡ് റേറ്റ് ഇട്ട് പണം കൈമാറുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് തെലങ്കാന കോൺഗ്രസ് വക 1 മാസത്തിൽ 3 ജാക്കറ്റായി ഇനിയും വരാനുണ്ട്. മനോരമ ജാക്കറ്റ് റേറ്റ് 2,13,00,000, മാതൃഭൂമി ജാക്കറ്റ് റേറ്റ് 1,50,00,000. തെലങ്കാന സർക്കാർ അവരുടെ വികസന പ്രവർത്തനങ്ങൾ സംബന്ധിച്ച ഒരു പരസ്യം പത്രങ്ങളിൽ വന്നതിനെ വിമർശിച്ചുകൊണ്ട് പോസ്റ്റിട്ട അതേ CPM നേതാവാണ് ഇന്ന് സർക്കാർ PRD വഴി നടത്തിയ ഈ പ്രചാരണത്തെ വലിയ കാര്യമായി അവതരിപ്പിക്കുന്നത്. സത്യത്തിൽ ഇത് ധൂർത്തെന്ന വാക്കാണ് പ്രതിപക്ഷ നേതാക്കൾ ഉപയോഗിച്ചത്. ഈ ധൂർത്തെന്ന വാക്ക് സത്യത്തിൽ ഈ ഒരു നടപടി കൊടുക്കുന്ന ആനുകൂല്യമാണ്. ഇത് ധൂർത്തല്ല, ഇത് ദുർവിനിയോഗമാണ്, അധികാര ദുർവിനിയോഗമാണ്, അബ്യൂസ് ഓഫ് അതോറിറ്റിയാണ്, മിസ്യൂസ് ഓഫ് പവറാണ്. കാര്യം എന്റെയും ഈ വാർത്ത കാണുന്ന പ്രേക്ഷകരുടെയും നികുതി പണം കൊണ്ടാണ് ഈ ഇൻഫർമേഷൻ ആൻഡ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അടക്കം പ്രവർത്തിക്കുന്നത്. ഈ നികുതി പണം ഉപയോഗപ്പെടുത്തിയാണ് ഇവർ ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുന്നത്. അത് ഇപ്പോൾ നടക്കുന്ന വികസന പ്രവർത്തനങ്ങളെ കുറിച്ചല്ല എന്നുകൂടി നമ്മൾ പ്രത്യേകം ഓർക്കണം. അപ്പോൾ ഈ നികുതി പണം ഇങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ട് എങ്കിൽ അത് എത്ര വലിയ തെറ്റാണ് എന്നത് ധാർമ്മികമായി ആലോചിക്കേണ്ട ഒന്നാണ്. CPM-നെ സംബന്ധിച്ച് രാജ്യത്ത് 1000 കോടിയേറെ ആസ്തിയുള്ള ഒരു പാർട്ടി എന്നാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. 2021-22 കണക്ക് പ്രകാരം തന്നെ 735 കോടി CPM-ന് ഉണ്ടായിരുന്നു. അപ്പോൾ 1000 കോടിയിലേറെ രൂപ ആസ്തിയുള്ള ഒരു പാർട്ടിക്ക് ഈ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തണമെങ്കിൽ സ്വന്തം പാർട്ടി ഫണ്ടിൽ നിന്നല്ല എടുത്ത് ഉപയോഗിക്കേണ്ടത്. കാര്യം ഇന്ന് ഇന്ത്യയിൽ അധികാരമുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമല്ലേ. അപ്പോൾ സ്വന്തം പാർട്ടിയിൽ നിന്നും പണം ചെലവഴിക്കാതെ PRD വഴി
സർക്കാരിന്റെ ജനങ്ങളുടെ പണമെടുത്ത് പ്രചാരണം നടത്തുകയാണ്. സത്യത്തിൽ ഈ PRDയുടെ ആസ്ഥാനം സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആണോ അതോ AKG സെന്ററാണോ?